നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നേപ്പാളിനെ കുറിച്ചാണ്. നമ്മുടെ അയൽ രാജ്യമായ മനോഹരമായ നേപ്പാളിനെ കുറിച്ച്. ദക്ഷിണേഷ്യയിലെ മനോഹരമായ ഒരു രാജ്യമാണ് നേപ്പാൾ. ലോകത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ മൗണ്ട് എവറസ്റ്റിനാൽ പ്രസിദ്ധമാണ് ഈ രാജ്യം. തലസ്ഥാനം കാഠ്മണ്ഡു. പ്രധാന ഭാഷ നേപ്പാളിയാണ്. അവിടുത്തെ നാണയം നേപ്പാളി രൂപയാണ്. പ്രധാനമായി ഹിന്ദുമതമാണെങ്കിലും കൂടാതെ ബുദ്ധമതവും ഇപ്പോൾ വ്യാപകമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 10 പർവ്വതങ്ങളിൽ 8 നേപ്പാളിലുണ്ട്. ട്രക്കിങ്ങിനും പർവ്വത ആരോഹണത്തിനുമൊക്കെ വളരെ പ്രസിദ്ധമായ രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യമായ നേപ്പാൾ. മറ്റൊരു പ്രത്യേകത, ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനി, അത് നേപ്പാളിലാണ്. മനോഹരമായ തടാകങ്ങളും താഴ്വരകളും ക്ഷേത്രങ്ങളും രാജ്യത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയും നേപ്പാളും തുറന്ന അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് സാധുവായ തിരിച്ചറിയൽ രേഖയുമായി വിസ ഇല്ലാതെ നേപ്പാളിലേക്ക് യാത്ര ചെയ്യാം. കാഠ്മണ്ഡു, പൊക്ര, മൗണ്ട് എവറസ്റ്റ്, ലുംബിനി ഇവയൊക്കെയാണ് പ്രധാന സ്ഥലങ്ങൾ. നേപ്പാളിലെ ജീവിത ചെലവ് ഇന്ത്യയിലെ പല നഗരങ്ങളെപ്പോലെ സമാനമാണ്. ചില സ്ഥലങ്ങളിൽ കുറവുമാണ്. നേപ്പാളിലെ ജനങ്ങൾ പൊതുവെ സൗഹൃദപരവും അതിഥി സൽക്കാരപ്രിയരുമാണ്. ഇപ്പോൾ ഹിന്ദുമതവും ബുദ്ധമതവും ഏകദേശം ഒരുപോലെ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ജനങ്ങൾ ടൂറിസം, ഹോട്ടൽ മേഖല, ട്രക്കിങ്, ഗൈഡ്, നിർമ്മാണ മേഖല, വിദ്യാഭ്യാസ, IT മേഖല ഈ തുടങ്ങിയ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവരാണ്. സാധാരണ രീതിയിൽ നേപ്പാളിലെ ശമ്പളം 15,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ്. മാസത്തിലെ ശമ്പളമാണ് ഞാൻ ഈ പറഞ്ഞത്. IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ശമ്പളവും ലഭിക്കാറുണ്ട്. ക്ഷേത്രങ്ങളും ചരിത്ര പൈതൃകവുമുള്ള നഗരമാണ് കാഠ്മണ്ഡു. കാഠ്മണ്ഡുവാണ് നേപ്പാളിൻ്റെ തലസ്ഥാനവും. പൊക്ര എന്ന നഗരം തടാകങ്ങളും ഹിമാലയ കാഴ്ചകളും കൊണ്ട് സമൃദ്ധമാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പുണ്ട്. ട്രക്കിങ്ങിൻ്റെ കേന്ദ്രമാണിത്. പിന്നെ ഉള്ളത് ലുംബിനിയാണ്. ലുംബിനി ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലമാണ്. ഇന്ത്യയിൽ നിന്ന് റോഡ് മാർഗവും വിമാനമാർഗവും നേപ്പാളിൽ വളരെ വേഗം എത്തിച്ചേരാൻ സഹായിക്കും. ഇനി ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി നോക്കിയാൽ സാധാരണ രീതിയിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസ സംവിധാനം ഇവിടെ നിലവിലുണ്ട്. സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രധാന ഭാഷ നേപ്പാളി ആണെങ്കിലും സ്വകാര്യ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം പഠനം സാധാരണമാണ്. ഇതുകൂടാതെ നേപ്പാളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. പ്രധാനപ്പെട്ടത് ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ത്രിഭുവൻ യൂണിവേഴ്സിറ്റി. ഇനി കാഠ്മണ്ഡു യൂണിവേഴ്സിറ്റി ഉണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ തുടങ്ങിയ കോഴ്സുകൾക്ക് ഏറെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് കാഠ്മണ്ഡു യൂണിവേഴ്സിറ്റി. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യത്തു നിന്നും മെഡിക്കൽ വിദ്യാർത്ഥികൾ MBBS പഠിക്കാൻ വേണ്ടി നേപ്പാളിൽ വരുന്നുണ്ട്. ചില സ്വകാര്യ കോളേജുകൾ, അതായത് നേപ്പാളിലുള്ള ചില സ്വകാര്യ കോളേജുകളിൽ ഇന്ത്യയിലേക്കാൾ ഫീസ് വളരെ കുറവായാണ് വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പല വിദ്യാർത്ഥികളും MBBS വിദ്യാർത്ഥികൾ പലരും നേപ്പാളിൽ വന്ന് പഠിക്കുന്നത്. ഇനി ഇവിടുത്തെ വോട്ടവകാശത്തെ പറ്റി പറയുകയാണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാ നേപ്പാൾ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. നേപ്പാളിൽ ഇന്ത്യയിലെ പോലെ തന്നെ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ്. വിദ്യാഭ്യാസ രീതികളെല്ലാം ഭാരതത്തിലെ പോലെ തന്നെയാണ്. ഇനി ഭക്ഷണ രീതി പറഞ്ഞാൽ നേപ്പാളിലെ പൊതുവായ ഭക്ഷണ രീതി ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെയോ ഹിമാലയൻ പ്രദേശങ്ങളിലെയോ ഒക്കെ ഭക്ഷണ രീതിയുമായി സാമ്യമുള്ളതാണ്. പ്രധാന ഭക്ഷണം ദാൽ ഫാത്താണ്. ചോറ്, പരിപ്പ്, കറി, പച്ചക്കറി, അച്ചാർ എന്നിവ ചേർന്നാണ് ദാൽ ഫാത്ത്. ഇത് നേപ്പാളിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ദിവസേനയുള്ള ഭക്ഷണമാണ്. അപ്പോൾ പ്രധാന ഭക്ഷണമാണ് ദാൽ ഫാത്ത്.
പിന്നെ ഉള്ളത് മോമോ, ആവിയിൽ വേവിച്ച ഐറ്റമാണ് മോമോ. പച്ചക്കറി, ചിക്കൻ അല്ലെങ്കിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ എരുമ മാംസം, അത് കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഒരുപക്ഷെ നേപ്പാൾ. മോമോ, അപ്പോൾ ഈ ആവിയിൽ വേവിച്ച ഐറ്റംസ്, പച്ചക്കറി, ചിക്കൻ അല്ലെങ്കിൽ എരുമ മാംസമൊക്കെ ചേർത്ത് നിറച്ചുണ്ടാക്കുന്നൊരു ഭക്ഷണമാണ് ഈ മോമോ എന്ന് പറയുന്നത്. വളരെ രുചികരമായ ഭക്ഷണം, ഇത് അവർക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. പിന്നെ ഉള്ളത് സെൽ റൊട്ടിയാണ്. അരിമാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വലയാകൃതിയിലുള്ള മധുര പലഹാരം. ഉത്സവ സമയങ്ങളിലാണ് കൂടുതലായി ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ചപ്പാത്തി, കറികൾ, ഉരുളക്കിഴങ്ങ് വിഭവങ്ങളൊക്കെ ധാരാളമായി വ്യാപകമായി നേപ്പാളിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, പലരും ദിവസത്തിൽ 2 നേരം, അതായത് ഒരു ദിവസത്തിൽ 2 നേരമാണ് നേപ്പാൾ ജനത ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയാം. ഏറ്റവും ഇഷ്ടമുള്ള പാനീയം ചായയാണ്, പാൽ ചായ. അത് വളരെ ഇഷ്ടമുള്ള ജനപ്രിയമായ ഒരു പാനീയമാണ്. നേപ്പാളിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ദഷൈൻ. ഇത് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന സമയമാണ്. മുതിർന്നവർ അനുഗ്രഹം നൽകുന്ന ഒരു ഉത്സവമാണ്. മുതിർന്നവരൊക്കെ കുറച്ച് പ്രായം കുറഞ്ഞവർക്കെല്ലാം അനുഗ്രഹം നൽകുന്ന ഒരു ഉത്സവമാണ് ദഷൈൻ. ഏകദേശം 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഇനി മറ്റൊരു ആഘോഷമാണ്, അതൊരു പ്രത്യേകതയുണ്ട്, തിഹാർ. തിഹാർ എന്നൊരു ആഘോഷമുണ്ട്. ദീപാവലി പോലുള്ള ഒരു ആഘോഷമാണ്. ഇതിൽ വീടുകളിൽ വിളക്കുകൾ തെളിയിക്കുന്നു. പിന്നെ വേറൊരു പ്രത്യേകത, വീട്ടിലുള്ള നായ അല്ലെങ്കിൽ പുറമെയുള്ള കാക്ക, പശു തുടങ്ങിയ ജീവികളെ ആദരിക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് ഈ തിഹാർ. അപ്പോൾ അത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. വീട്ടിലുള്ള നായ, മറ്റു ചെറിയ ചെറിയ മൃഗങ്ങളും പിന്നെ പശു, അതുപോലെ കാക്ക, മറ്റു പക്ഷികളൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗം. പിന്നെ ഉള്ളത് ഹോളി ആഘോഷമാണ്. അത് നിറങ്ങളുടെ ഉത്സവമാണെന്ന് എല്ലാവർക്കും അറിയാം. നിറങ്ങൾ വാരി വിതറുന്ന ഒരു ആഘോഷമാണ്. പിന്നെ ബുദ്ധ ജയന്തി, ഗൗതമ ബുദ്ധൻ്റെ ജന്മദിനമാണ്. ലുംബിനിയിൽ വലിയ ആഘോഷമാണ്. പിന്നെ ഉള്ള ഉത്സവം മഹാശിവരാത്രിയാണ്. ഇത് പശുപതിനാഥ ക്ഷേത്രത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഉത്സവവും ഈ മഹാശിവരാത്രിയാണ്. ഇത് കൂടാതെ ഹിന്ദു, ബുദ്ധ, മുസ്ലിം, കിരാത് മതവിഭാഗങ്ങളിലെ ഉത്സവവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. നേപ്പാളിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം. പിന്നെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒരുപോലെ ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് മുക്തിനാഥ ക്ഷേത്രം. നേപ്പാളിൽ വളരെ പ്രസിദ്ധമായ, ഒരുപക്ഷെ അധികം പേരും അറിയാത്ത ഒരു ക്ഷേത്രമുണ്ട്. അത് മനകമന ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന് വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ഒരു ക്ഷേത്രം, അതാണ് മനകമന ക്ഷേത്രം. ഇത് പൊതുവെ എല്ലാ മതവിഭാഗത്തിലുള്ള ഒരു വിശ്വാസമാണ്. ധാരാളം പേര് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമുള്ള, ഒരുപക്ഷെ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ് മനകമന ക്ഷേത്രം. കേബിൾ കാർ വഴിയാണ് ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത്. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് മനകമന ക്ഷേത്രം. പിന്നെയുള്ള ക്ഷേത്രം ജാനകി മന്ദിറാണ്. ഇത് ജനക്പൂരിലാണ്. സീതാദേവിക്ക് സമർപ്പിച്ച ക്ഷേത്രമാണ്. ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ ഓരോ വർഷവും ഈ ക്ഷേത്രത്തിൽ സന്ദർശകരായി എത്തുന്നുണ്ട്. നേപ്പാളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ കൃഷിയാണ്. അതിൽ തന്നെ നെല്ല്, ചോളം, ഗോതമ്പ്, കരിമ്പ്, പച്ചക്കറികൾ ഇതൊക്കെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വിനോദസഞ്ചാരം. അവിടെ വിനോദസഞ്ചാരത്തിൽ പ്രധാനമായിട്ട് ഗൈഡുകളായും ടൂർ ഓപ്പറേറ്റർമാരായും ഹോട്ടൽ ജീവനക്കാരുമായിട്ടൊക്കെ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ട്. കച്ചവട പ്രിയരാണ്, കരകൗശല പ്രിയരാണ്. കടകൾ, മാർക്കറ്റ്, അതെല്ലാം ഗതാഗത മേഖല എല്ലാവരും നല്ലവണ്ണം ജോലി ചെയ്യുന്നുണ്ട്. കമ്പിളി, കൈത്തറി ഉൽപ്പന്നങ്ങൾ, മരശില്പങ്ങൾ, ലോകശില്പങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കി ആഭ്യന്തര വിപണിയിൽ, അത് മാത്രമല്ല കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചുപേർ ജലവൈദ്യുത പദ്ധതികളിലും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യ, ഗൾഫ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി അവിടെ ജോലി ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് പണം അയക്കുന്ന ധാരാളം നേപ്പാളികൾ ഇപ്പോഴുണ്ട്. രാജ്യത്തിന്റെ വരുമാന മാർഗത്തിൽ നല്ല ഒരു പങ്ക് ഇതിനുണ്ട്. ഇവിടുത്തെ വിവാഹ രീതി എന്ന് പറയുന്നത്, വിവാഹപ്രായം 20 വയസ്സാണ്. സ്ത്രീക്കും പുരുഷനും 20 വയസ്സാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും വലിയ രീതിയിൽ പങ്കെടുക്കുന്ന രീതിയിലാണ് വിവാഹങ്ങൾ നടക്കാറുള്ളത്. സംഗീതം, നൃത്തം, വിരുന്ന് എന്നിവയാണ് വിവാഹത്തിന്റെ ഭാഗങ്ങൾ. 20 വയസ്സിന് താഴെയുള്ള വിവാഹങ്ങളെ ബാലവിവാഹങ്ങൾ എന്നാണ് കണക്കാക്കുന്നത്. അതിന് കടുത്ത നിയമ നടപടികളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ 20 വയസ്സാണ് സ്ത്രീക്കും പുരുഷനും നേപ്പാളിലുള്ള വിവാഹപ്രായം. കാഠ്മണ്ഡു, പൊക്ര തുടങ്ങി നഗരങ്ങളിലെല്ലാം തന്നെ നല്ല നിലവാരത്തിലുള്ള റോഡുകൾ ഉണ്ട്.
മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ ഇടുങ്ങിയ വളവുള്ള ചെറിയ റോഡുകളാണ് കൂടുതലും കാണുക. കൂടുതലും മൺ റോഡുകൾ ഉള്ള രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ. മൺസൂൺ കാലത്തൊക്കെ മണ്ണിടിച്ചിലും റോഡ് തടസ്സങ്ങളൊക്കെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാകാറുണ്ട്. നേപ്പാളിൽ ചെറിയ റെയിൽവേ ശൃംഖല മാത്രമാണുള്ളത്. കൂടുതലും ബസ്സും കാറും ഒക്കെ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഹിമാലയൻ ഭൂപ്രകൃതി കാരണം നേപ്പാളിൽ റെയിൽപാത നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ചിലവേറിയതുമാണ്. അപ്പോൾ അത്രയും ചിലവേറിയതായതുകൊണ്ടാണ് നേപ്പാളിൽ റെയിൽപാത വളരെ കുറവായി കാണുന്നത്. ഇന്ത്യയിലെ ബീഹാറിലെ ജയനഗറിനെയും നേപ്പാളിലെ കുർത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജയനഗർ കുർത്ത റെയിൽവേ ലൈൻ, അത് ഇന്ത്യയും നേപ്പാളിനും തമ്മിൽ അടുത്ത് ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈനാണ്. ഇത് കൂടാതെ ആഭ്യന്തര വിമാന സർവീസുകളും ഉണ്ട്. ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു ഈ നഗരങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്. നേപ്പാൾ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. 2008 രാജഭരണം അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കായി മാറി. രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണ്. സർക്കാരിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. നേപ്പാള് 7 പ്രവിശ്യകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത കോടതി സുപ്രീം കോർട്ട് ഓഫ് നേപ്പാളാണ്. ഇനി മറ്റൊരു പ്രത്യേകത, നേപ്പാളി ഭാഷയും ഹിന്ദിയും തമ്മിൽ ഏകദേശം സാമ്യമുണ്ട്. അതുകൊണ്ട് ഹിന്ദി അറിയാവുന്നവർക്ക് നേപ്പാളി വളരെ എളുപ്പം മനസ്സിലാവും, പഠിക്കാനും വളരെ എളുപ്പമാണ്. ഹിന്ദി സംസാരിച്ചാൽ നേപ്പാളിലുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യവും ആത്മീയ പാരമ്പര്യവും സമ്പന്നമായ ഒരു സമാധാനപ്രിയ രാജ്യമാണ് നേപ്പാൾ. നമ്മുടെ നല്ല ഒരു അയൽ രാജ്യം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയുടെ നാടും ഗൗതമ ബുദ്ധന്റെ ജന്മദേശവും ഹിന്ദു ബൗദ്ധ സംസ്കാരങ്ങൾ കൈകോർക്കുന്ന മനോഹരമായ ഒരു ഹിമാലയൻ രാജ്യമാണ് നേപ്പാൾ. പ്രകൃതി ഭംഗി, മലനിരകൾ, ക്ഷേത്രങ്ങൾ, വിനോദസഞ്ചാരം, സൗഹൃദപരമായ ജനങ്ങൾ എന്നിവയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ. കടൽ തീരം ഇല്ലാത്ത രാജ്യമാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ തുറമുഖങ്ങളും ഇല്ല. മത്സ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ശുദ്ധജല മത്സ്യങ്ങളെ അവർ വളർത്തി ഉപയോഗിക്കാറുമുണ്ട്. തടാകങ്ങളും അവിടെയുണ്ട്. ഇതാണ് പൊതുവിൽ നേപ്പാളിനെ പറ്റി, നമ്മുടെ അടുത്ത അയൽ രാജ്യത്തെ പറ്റി ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനിയും ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി വരാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം.